നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നമ്മുടെ കുടുംബക്ഷേത്രത്തില് രാത്രി ഒറ്റയ്ക്ക് നിരാഹാരം ഇരിക്കണം. ഒരു പോള കണ്ണടയ്ക്കാൻ പാടില്ല. താലി കഴുത്തിലണിഞ്ഞ പെണ്ണ് തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നടത്തുന്ന വ്രതാനുഷ്ഠാനങ്ങൾ, അതാണ് ഭർത്താവിന്റെ മാനത്തിനും ജീവനും എല്ലാം സംരക്ഷണമായി നിൽക്കുക. അത് മറക്കരുത്. വ്രതാനുഷ്ഠാനങ്ങളുടെ കാഠിന്യം കൂടുന്തോറും ഐശ്വര്യവും അഭിവൃദ്ധിയും കൂടിയിരിക്കുമെന്ന കണക്കാക്കുക. അർപ്പിക്കാനുള്ള പൂക്കൾ കൊടുക്കുക. എല്ലാവരും പൂക്കൾ അർപ്പിച്ചോളൂ. എല്ലാവരും പ്രാർത്ഥിച്ചോളുക. ചെറിയച്ച, പൂജാവിധികളൊക്കെ നന്നായി നടന്നാ പിന്നെ വരുണിന് നമുക്കാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. പൂജാവിധികളൊക്കെ നന്നായി നടക്കണമെന്ന് ആര് പറഞ്ഞു? മുടക്കം വരുത്താൻ ഇഷ്ടം പോലെ മുഹൂർത്തങ്ങൾ ഉണ്ടാവും. അത് ഭംഗിയായി വിനിയോഗിക്കുക എന്നുള്ളതാ നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ ചെയ്യേണ്ടത്. മനസ്സിലായോ? മനസ്സിലായി. അല്ല, ഈ ദേവനാരായണൻ തിരുമേനി കുടുംബവും പൂജ കഴിയുന്നവരെ ഇവിടെ തന്നെ നിൽക്കാനാണോ തീരുമാനിച്ചിരിക്കുന്നത്? അറിയില്ല. തൽക്കാലം പ്രകടമായൊരു എതിർപ്പ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. അവർ നിൽക്കുകയോ പോവുകയോ അത് അവരുടെ ഇഷ്ടം. മടങ്ങാതെ നിവൃത്തിയില്ല. പൂജ അവസാനിക്കുമ്പോ ഞങ്ങൾ വീണ്ടും വരാം. ഇത് വരുണിന് വേണ്ടി നടത്തുന്ന പൂജയെ വരുണിന് ഏറ്റവും വേണ്ടപ്പെട്ടവര് ഈ പൂജയിൽ ഉടനീളം ഉണ്ടാവണം. പ്രിയങ്ക ഇവിടെ ഉണ്ടല്ലോ. കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത് അവളല്ലേ. ദേവനാരായണനാണെങ്കിൽ 2 നേരവും ക്ഷേത്രത്തിൽ പോയേ പറ്റൂ. ഞങ്ങൾക്ക് കുടുംബകാര്യങ്ങളുമുണ്ട്. പിന്നെ രാധികയ്ക്കാണെങ്കിൽ മ്യൂസിക് സ്കൂളിൽ ജോലിയുണ്ട്. അതാണ് ഏറ്റവും പ്രധാനം.
തിരുമേനിക്ക് ക്ഷേത്രപൂജയ്ക്ക് പോകാനുള്ള വാഹനമൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടായേ പറ്റൂ. മനസ്സുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഇവിടെയുണ്ട്. അധികം ദൂരെയൊന്നും അല്ലല്ലോ. ചടങ്ങുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചാ പോരെ? 1-2 ദിവസം ഇവിടെ തങ്ങിയതുകൊണ്ട് എന്ത് സംഭവിക്കാനാ യശോദേ? വരുണിന്റെ മുഖം ഒന്ന് ശ്രദ്ധിച്ചേ. നിങ്ങൾ എല്ലാവരും കൂടി വന്നപ്പോ എത്ര സന്തോഷത്തിലാവൻ. കുട്ടികളുടെ സന്തോഷമല്ലേ നമുക്ക് ഏറ്റവും പ്രധാനം, അല്ലേ തിരുമേനി? നിർബന്ധിക്കണ്ട മുത്തശ്ശി. അച്ഛനും അമ്മയും ചേച്ചിയും പോയിക്കോട്ടെ. എങ്കിൽ പിന്നെ നമ്മള് കൂടുതൽ തർക്കത്തിനൊന്നുമില്ല. പൂജ അവസാനിച്ച ശേഷമേ ഞങ്ങൾ മടങ്ങുള്ളൂ, അല്ലേ അമ്മേ? ആ അത് അങ്ങനെ മതി. എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാവണം. അതെന്റെ ഒരു ആഗ്രഹമാണ്. മോളെ പ്രിയങ്കേ, അച്ഛനും അമ്മയ്ക്കും മുത്തശ്ശിക്കും ഒക്കെ തങ്ങാനുള്ള ഇടം കാണിച്ചു കൊടുക്കും. ശരി. അല്ല, ഇവിടെ ഒരു ഔട്ട് ഹൗസ് ഇല്ലേ? ഞങ്ങളെല്ലാരും കൂടി അവിടെ തങ്ങിക്കോളാം. അതിന്റെ ആവശ്യം എന്താ തിരുമേനി? അല്ല, ഇതിന് എതിർപ്പൊന്നും പറയരുത്. ആ, എന്നാ അങ്ങനെ ആയിക്കോട്ടെ. ആ, ഇനി അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. വരുൺ താലി കെട്ടിയ പെണ്ണ് ഒരിക്കൽ എടുക്കണം. ഒരു നേരം മാത്രമേ ഭക്ഷണം കഴിക്കാവൂ. ബാക്കിയുള്ള സമയം മുഴുവൻ മന്ത്രജപങ്ങളോടെ വ്രതം അനുഷ്ഠിക്കണം. മൂന്നാം നാൾ രാത്രി പൂജയ്ക്ക് ശേഷം നമ്മുടെ കുടുംബക്ഷേത്രത്തില് രാത്രി ഒറ്റയ്ക്ക് നിരാഹാരം ഇരിക്കണം. ഒരു പോള കണ്ണടയ്ക്കാൻ പാടില്ല. അനന്തശായിയായ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ബ്രാഹ്മ മുഹൂർത്തം വരെ അവിടെ കഴിയണം. വെളുപ്പിനെ ക്ഷേത്രത്തിലെ പ്രസാദം കൊണ്ടുവന്ന് വീട്ടുപടിയിൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഈ കർമ്മം പൂർത്തിയാവും. അടിയുറച്ച ഭക്തി, എന്തും നേരിടാനുള്ള ധൈര്യം, ഒരു നിമിഷം പോലും മാറാതെയുള്ള പ്രാർത്ഥന, അതാണ് പ്രധാനം. പക്ഷേ ഇതെല്ലാം കൂടി ഞാൻ എങ്ങനെ ചെയ്യും? ശരിയാ മുത്തശ്ശി. പണ്ട് കാലത്ത് ആരോ വലിയ വലിയ ആചാരങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്ന് വെച്ച് ആ ക്ഷേത്രത്തിന് ഒറ്റയ്ക്ക് രാത്രി ഇരിക്കാന്നൊക്കെ പറഞ്ഞ പ്രിയങ്കയെ കൊണ്ടത് പറ്റുമോ? എന്തുകൊണ്ടാ പറ്റാത്തത്? പരമേശ്വരൻ സുഖമില്ലാതെ ഐസിയുയിൽ കിടക്കുമ്പോ അതിന്റെ പുറത്ത് ഒരു പോള കണ്ണടയ്ക്കാതെ പത്മിനി കാവലിരുന്നില്ലേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.